എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിന് അന്ന് രാവിലെ ഞങ്ങൾ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി പൊന്നു പറഞ്ഞ് എന്നെ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പൊന്നു സഹായിച്ചൊന്നും തന്നില്ല. എണീറ്റത് തന്നെ 10 മണിക്കാണ്. മാളുക്കുട്ടി വന്ന് എന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് തന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ച്. അപ്പോൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റൂ ആയിരുന്നു. അപ്പവും സ്റ്റൂ ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ച് പ്ലം കേക്ക് മുറിച്ച്. പ്ലം കേക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാളുവിനും അത്ര ഇഷ്ടമല്ല. ഞാനും മാളും കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും കഴിച്ച്. അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയും കൂടി ഇരുന്ന് സിനിമയൊക്കെ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ളത് ചിക്കൻ കറിയും ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ചിക്കൻ കറി വെച്ചു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി. അതായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈയും ചെയ്തു. പൊന്നു ചിക്കൻ കറിയൊന്നും കഴിക്കില്ല, ഫ്രൈ ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ സാലഡും ഉണ്ടാക്കി. അതായിരുന്നു ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡ് ക്രിസ്മസ് ആയിട്ട്. അതിന് വൈകുന്നേരം ഒരു കാപ്പിയും കുടിച്ചു, ബിസ്ക്കറ്റും കഴിച്ചു. അതായിരുന്നു വൈകുന്നേരം കഴിച്ചത്. പിന്നെ രാത്രി ബ്രെഡും സ്റ്റൂ ആണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് പപ്പാനൊക്കെ ഇത് തലേ ദിവസം രാത്രി വന്നാണ് കേട്ടോ. തലേ ദിവസം രാത്രി വന്നാണ്. 11 മണിയൊക്കെ ആയപ്പോൾ വന്ന രാത്രി. ഇത് മാളുക്കുട്ടി ഉണ്ടാക്കിയ സ്റ്റാറാണ്. ഞാൻ അതാണ് കേട്ടോ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.